ഇന്ന് നിങ്ങളെ ഇനേബിൾ ചെയ്യുവാൻ ഒന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്യിക്കുന്ന അളവിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒന്നുണ്ട്. അതത്രേ ദൈവത്തിൻ്റെ തീ. ഈ തീക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് തൻ്റെ മക്കളെ ദഹിപ്പിക്കത്തില്ല, പക്ഷെ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ ദഹിപ്പിക്കുന്ന ഒരു തീയാണ് ഞാൻ പറയുന്ന തീ. അകത്തളത്തിൽ ദൈവം പലവിധമാകുന്ന ദൈവിക പ്രവൃത്തികളെ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുക. പക്ഷെ അത് പുറത്തു വരാൻ കഴിയാതെ കൊണ്ട് നമ്മുടെ വിലയെ, നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന അധികാരങ്ങളെ, അവകാശത്തെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ കഴിവുകളെ, ആ ഒരു ഇമേജ്, ആ ഒരു ക്വാളിറ്റിയെ ഇന്ന് കവർ ചെയ്തിരിക്കുന്ന പല പതിരുകളാണ്. ചിലത് അത് ശാപമാണ്, ചിലയിടത്ത് അത് പാപമാണ്, ചിലയിടത്തത് പൈശാചിക ബന്ധനങ്ങളാണ്, ചിലയിടത്ത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന നെഗറ്റീവ് തോട്ട്സ്, ചിലയിടത്ത് ചില അന്ധതകൾ, അന്ധകാരങ്ങൾ, സംശയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ വിധത്തിലുള്ള പതിര് ഇന്ന് നമ്മളെ ഗോതമ്പിനെ, നമ്മുടെ ജീവിതത്തെ ഡീവാല്യൂ ചെയ്തുകൊണ്ട്, വാല്യൂ കുറച്ചുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. നാം വന്നിരിക്കുന്നത് പിന്നിൽ ഒന്നുണ്ട്. അങ്ങനെ നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെതായിട്ടുള്ള പദ്ധതികളെ ഇന്ന് എന്നേക്കുമായി നാം എരിച്ചു കളയാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വാക്യം നമുക്ക് വളരെ വേഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം ഒന്ന് എടുക്കാമോ? എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് 3 തവണ തൻ്റെ മരണത്തിനു ശേഷം, ഉയർപ്പെഴുന്നേൽപ്പിന് ശേഷം, സ്വർഗാരോഹണത്തിനു ശേഷം ഭൂമിയിൽ താൻ പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. 3 തവണ പ്രത്യക്ഷപ്പെട്ടിട്ടും അവിടെ സംഭവിച്ച ഒരു കാര്യമുണ്ട്. ആമേൻ. ഈ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? സംശയിച്ചു. ഇവിടെ കർത്താവ് കൂടെയുണ്ട് എന്നത് 3 തവണ താൻ പ്രത്യക്ഷപ്പെട്ടിട്ടും ഈ ആൾക്കാർ സംശയിച്ചു. എന്നിട്ട് ഈ സംശയിച്ച ആൾക്കാരെയാണ് കർത്താവ് എന്ത് ചെയ്തത്? വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ ഇനി എനിക്ക് പകരം നിങ്ങൾ അയക്കാൻ പോവാ. ഞാൻ ഇത്രയും 3.5 വർഷക്കാലം ചെയ്ത ശുശ്രൂഷ ഇനി അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ വിളിച്ച് വേർതിരിക്കുക എന്ന് പറഞ്ഞ് ആരെയാ തിരഞ്ഞെടുത്തേ? ഈ സംശയിച്ച ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് ചോദിക്കാൻ, പ്രസംഗ ഭാഷ പറയുകയാണെങ്കിൽ ചോദിച്ച് കാണാം, എന്നെയാണോ? അയ്യോ, വേറെ ആരും പറയില്ലല്ലോ. എന്നെ തന്നെയാണോ വിളിച്ചത് ശുശ്രൂഷയ്ക്ക്? എന്നെ തന്നെയാണോ വിളിച്ചത് കർത്താവ് ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യട്ടാണ്? അല്ല, ആള് തെറ്റിയൊന്നും പോയില്ലല്ലോ. സംശയിച്ചതാ. കർത്താവിനോടും കൂടെ, കർത്താവിനും വേണമെങ്കിൽ തെറ്റിപ്പോയെന്ന് കരുതാം. പക്ഷെ ഇല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും തെറ്റത്തില്ല. അത് നീ സംശയിക്കുന്ന വ്യക്തിയായിരിക്കാം, നീ ബലഹീനമായ ഒരു പാത്രമായിരിക്കാം, നിന്റെ ജീവിതത്തിൽ ദുർബലതയുണ്ടായിരിക്കാം. പക്ഷേ ആ കുറവുകളുടെ മധ്യത്തിൽ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതിന് പിന്നിൽ ഒന്നുണ്ട്. അവിടെ നീ എന്നുള്ള വ്യക്തിയല്ല അവിടെ മാറ്റർ ചെയ്യുന്നത്, അവിടെ നീ എന്നുള്ള ഒരു വ്യക്തിയല്ല അവിടെ ആമേൻ പ്രവർത്തിക്കാൻ ഇടയാകുന്ന, അതിലുപരിയായി നിന്നിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ സംശയിച്ച ആൾക്കാരെയാണ് കർത്താവ് വിളിച്ചു വേർതിരിച്ചത്. എന്നിട്ടും സത്യം പറഞ്ഞോട്ടെ, ഇവർക്ക് എന്നാലും സംഭവങ്ങളൊന്നും നേരെ ഒന്നും മനസ്സിലായില്ല. അവർ വീണ്ടും ഒളിച്ചു പാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് അവരെ വിളിച്ചു വേർതിരിച്ചു. ഒളിച്ചിരിക്കുകയല്ല, നീ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിച്ച് അവരെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ലോകത്തെമ്പാടും ആ ദൈവിക ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് പറഞ്ഞു. പക്ഷേ എങ്കിലും അവരൊരു ചെവി കൂടെ കേട്ടു. എന്നിട്ടും അവരുടെ ഉള്ളിലൊരു സംശയം പോലെ.
അവർക്കതിനുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കാത്തതുപോലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 20-ാം വേഴ്സ് കഴിഞ്ഞ് അടുത്ത ആമേന ഭാഗങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ആക്ച്വലി ഒരു സംഭവം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്ത അവിടെ തിരികെ 28 തിരികെ മനസ്സിലാവുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം അവിടെ കൊണ്ട് തിരികെ. പക്ഷേ അവിടെ വീണ്ടും ഒരു തുടക്കം കുറിക്കുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 2 വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഹല്ലേലൂയ. എല്ലാവരും കൂടെ വരുന്നുണ്ടോ? ലോകാവസരത്തോളം ഈ സുവിശേഷം അറിയാമെന്ന് പറഞ്ഞ് കർത്താവ് ചില റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ച് ചില സംശയിച്ച ആൾക്കാരെ. ഹല്ലേലൂയ. അവിടെ ശ്രദ്ധിക്കണമെന്നുണ്ട്, എല്ലാം തികഞ്ഞവരെ അല്ല ദൈവം തിരഞ്ഞെടുത്തത്. ആമേൻ. എല്ലാം ഉള്ളവരെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ദൈവം വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എനിക്ക് എന്തും പറ്റുമെന്ന് പറഞ്ഞ് അവൻ ഹുങ്കും അഹങ്കാരം കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല തിരഞ്ഞെടുത്തത്. സംശയമുള്ളവരെയായിരുന്നു. ഹല്ലേലൂയ. കുറവുള്ളവരെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് വീണ്ടും ആ ശുശ്രൂഷ ചെയ്യാനൊരു തടസ്സം. അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ പഠിച്ചു വരുമ്പോൾ, അതായത് മത്തായി എഴുതുമ്പോൾ ആ ക്രൊണോളജിക്കൽ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് സമയത്തിനനുസരിച്ച് തീയതിക്കനുസരിച്ച് ആ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം സംഭവിക്കുന്ന ഒന്നുണ്ട്. നമുക്കെടുക്കാം അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം. അവിടെ നമ്മൾ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. എന്ത് ചെയ്തു? പ്രതികരിച്ചോടെ. എന്ത് ചെയ്തു? പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇനി താഴേക്ക് വീണ്ടും നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ വീണ്ടും ചില വേഴ്സസ് കാണുവാനേ കഴിയുന്നത് ഇപ്രകാരമാണ് നമുക്ക് കാണുവാനേ കഴിയുന്നത്. അമ്മൻ താഴേക്ക് ഒരു 20 മുതലൊക്കെ വായിക്കുമ്പോൾ, അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്ന് അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവ് യേശു യോഹന്നാന്റെ സ്നാനം, അങ്ങനെ താഴോട്ട് വായിച്ചു പോകുമ്പോൾ, ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർഷബ എന്ന യോസെഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർത്തി, സകല ഹൃദയങ്ങളും അറിയുന്ന കർത്താവെ തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയുടെ അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരെയും ഏവനെയും നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ട് മത്തിയാസിന് വീഴുന്നു. അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കുറച്ച് തെരഞ്ഞെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക. പക്ഷേ എങ്കിലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവിടെ തുടങ്ങിയില്ല. അവർക്ക് ആഗ്രഹമുണ്ട് ചിലതൊക്കെ ചെയ്യണമെന്ന്, അവർക്ക് ആഗ്രഹമുണ്ട് ചിലതൊക്കെ പ്രവർത്തിക്കണമെന്ന്. ഹല്ലേലൂയ. ചിലതൊക്കെ ചെയ്യുവാനേ കഴിയണമെങ്കിൽ കൊള്ളായിരുന്നു എന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് അത് പറ്റുന്നില്ല. എന്തോ ഒരു ബ്ലാങ്ക് സ്പേസ്, എന്തോ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുകയായിരുന്നു. ഇനി 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ ഇവിടെ ഒരു ശക്തി ലഭിക്കാനായിട്ട്, പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 1 അവർ പ്രാർത്ഥന, നമ്മളതാണ് താഴോട്ട് വായിച്ചേ, അവരിത് പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നോണ്ടിരിക്കുകയായിരുന്നു? പ്രാർത്ഥന കഴിച്ചു പോന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ശുശ്രൂഷ എന്ന് പറഞ്ഞ് ദൈവം ചില അധികാരങ്ങളെ ഏൽപ്പിച്ചു, ചില അവകാശങ്ങളെ ദൈവം നൽകി, ചില അഭിഷേകങ്ങളെ നൽകും. ചിലതൊക്കെ നീ ചെയ്യണം, ചിലതൊക്കെ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. എന്താ? പരിശുദ്ധാത്മാവ് വരും, ശക്തി പ്രാപിക്കും, എങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ചെയ്തൊന്നുണ്ട്, അത് പ്രാപിക്കാനായിട്ട് പ്രാർത്ഥന കഴിച്ചു. ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ചിലരതൊക്കെ സ്റ്റക്കായി പോയിരിക്കുന്ന സാഹചര്യങ്ങൾ. അതിന് ഉത്തരം അപ്പോസ്തല പ്രവൃത്തികൾ 1 തന്നെ പറയുകയാണ്. എന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ശക്തി പ്രാപിക്കുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും. ഹല്ലേലൂയ. മത്തായി 28 ഒന്നും സംഭവിച്ചില്ല. അവരിങ്ങനെ വായും തുറന്ന്, നമ്മുടെ തിരുവനന്തപുരം ഭാഷയിലൊക്കെ പറഞ്ഞ വായും പൊളന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പ്രവർത്തിക്കാനുള്ള ധൈര്യമില്ല, പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ അവർ ചെയ്തൊന്നുണ്ട്. അങ്ങനെ അവർക്ക് ചിലത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ, ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല, സ്റ്റക്കായി കിടക്കുകയാണ്. അവർ ചെയ്തൊന്നുണ്ട്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത് പോലെ അവരൊരു മാളിക മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചു? പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്, ശക്തി ലഭിക്കുവാനായിട്ട്. ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ,
ശക്തി ലഭിക്കുവാനായിട്ട് പ്രാർത്ഥന കഴിച്ചു പോരുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോടോ, നിന്നെ കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ചില വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു, ചില ദൈവ ശബ്ദങ്ങൾ നിന്നെ തേടി വന്നു, ചില ദൈവികമായിട്ടുള്ള അരുളപ്പാടുകൾ നിന്നെ തേടി വന്നു, ചിലതൊക്കെ ചെയ്യണമെന്നുള്ള ഒരു പ്രതീക്ഷ ലഭിച്ചു. പക്ഷെ ഇപ്പോഴും സ്റ്റക്കായി കിടക്കുകയാണ്, ചിലത് ചെയ്യുവാനേ കഴിയുന്നില്ല. കാരണം നീ നോക്കുമ്പോൾ നിനക്കതിനുള്ള എബിലിറ്റി ഇല്ല, നിനക്കതിനുള്ള ശക്തിയില്ല. എനിക്ക് കുറച്ചും കൂടെ ശക്തി ലഭിച്ചാൽ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന വിധത്തിൽ സ്റ്റക്കായി കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്രകാരം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന കഴിച്ചു പോന്നപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ഇന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കേട്ടോ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഹല്ലേലൂയ. അത് അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. ഒരുമിച്ച് കൂടിയിരുന്നു, പ്രാർത്ഥന കഴിച്ചു പോന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചു, ശക്തി പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ശക്തി പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ലഭിച്ചത് എന്താണെന്നറിയാവോ? എന്താ ലഭിച്ചത്? എന്താ ഇവിടെ വായിച്ചത്? ഒരു കാറ്റ് വന്നടിച്ചു. കാറ്റ് വന്നടിച്ചിട്ട് അവരുടെ മേൽ പതിഞ്ഞു ഒന്നുണ്ട്. അതിൻ്റെ പേര് അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണമുള്ള സംഭവം. ആമേൻ. ഒന്നുകൂടെ ഒന്ന് വായിച്ചോട്ടെ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ഹല്ലേലൂയ. കാറ്റ് വന്ന് വീശി, ഒരിളക്കം അവിടെ ഉണ്ടായി. ഒരിളക്കം ഉണ്ടായതിനു ശേഷം അവിടെ സംഭവിച്ചൊന്നുണ്ട്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ഹല്ലേലൂയ. തീ പോലെ, കാഴ്ചയ്ക്ക് തീ പോലെയുള്ള ഒരു അനുഭവം അവരുടെ നാവിന്മേൽ പതിഞ്ഞു എന്ന. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നിങ്ങളെ ഇനേബിൾ ചെയ്യുവാൻ ഒന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്യിക്കുന്ന അളവിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒന്നുണ്ട്. അതത്രേ ഈ തീ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തീ. ആമേൻ. ഈ തീയെ പറ്റിയൊന്ന് നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അതുവരെയും യേശു കർത്താവ് ഒരുപാട് പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷകൾ തന്നെയാണ്. ഹല്ലേലൂയ. അതൊക്കെ വചനം പഠിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആമേൻ. യേശുവിനെ എക്വിപ്പ് ചെയ്ത്, യേശുവിനെ ഇനേബിൾ ചെയ്തത് പരിശുദ്ധാത്മാവാണ്. ഓരോ ശുശ്രൂഷകൾ പിതാവായ ദൈവം തന്നെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് അയച്ചിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവം അവിടെ അയച്ചത് എപ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പഠിച്ചു വരുമ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ ഇന്ന് നമ്മളിലേക്ക് തന്നേച്ചു പോയിരിക്കുക. അത് ഈ ശിഷ്യന്മാർ പ്രാപിച്ചത് എപ്പോഴാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളായപ്പോൾ അവരുടെ മേൽ അത് പരിശുദ്ധാത്മാവ് വന്നത് എപ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീയായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. അഗ്നിയായിട്ടാണ് വന്നത്. ഈ തീയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് തൻ്റെ മക്കളെ ദഹിപ്പിക്കത്തില്ല, പക്ഷെ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ ദഹിപ്പിക്കുന്ന ഒരു തീയാണ് ഞാൻ പറയുന്ന തീ. ഹല്ലേലൂയ. മോശ ഒരിക്കൽ തൻ്റെ അമ്മായിപ്പനായ യിത്രോവിൻ്റെ ആടുകൾ മരുഭൂമിയിൽ മേച്ചുകൊണ്ടിരുന്നപ്പോൾ ഉയരങ്ങളിൽ മലയുടെ മുകളിൽ ഒരു ശക്തമായ തീജ്വാല താൻ കണ്ടു. താൻ അതിശയിച്ചു പോയി. ഇതെന്താ ഇത്രയും വലിയൊരു അഗ്നിജ്വാല? അതെന്താ അവിടെ സംഭവം? ഞാൻ അവിടെ പലപ്പോഴും ആട് മേയിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. അവിടെ ആരും താമസിക്കുന്നുമില്ല. വേസ്റ്റ് ഒന്നും വാരി കത്തിക്കാനായിട്ട് ഇന്നത്തെ പോലെ അത്രയും പ്ലാസ്റ്റിക്കും പേപ്പറൊന്നും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ അത്രയും വലിയ ആളി കത്തുന്ന തീയൊന്നും വരാൻ സാധ്യതയില്ല. തനിക്ക് ആ ജിജ്ഞാസ കൊണ്ട് താൻ ആടുകളെയൊക്കെ മരുഭൂമിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടിട്ട് താൻ ആ മലയിലേക്ക് കയറിപ്പോയപ്പോൾ താൻ കണ്ട കാഴ്ച ഇപ്രകാരമായിരുന്നു. അതിശക്തമായ തീ മുൾപ്പടർപ്പിൻ്റെ മേൽ കത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ മുൾപ്പടർപ്പിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് വെന്ത് പോകുന്നില്ലായിരുന്നു, അത് പച്ചയ്ക്ക് തന്നെ നിൽക്കുക. സാധാരണ തീ കത്തിയാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കത്തിച്ച് നോക്കിയിട്ടുണ്ടോ? കരിഞ്ഞു പോകും അല്ലേ? കരിഞ്ഞു പോകും. പക്ഷെ ഇവിടെ മോശം നോക്കിയപ്പോൾ തീ കത്തുകയാണ്. അവൻ്റെ ജന്മത്തിൽ അവൻ കണ്ടിട്ടുള്ളിടത്ത് നമ്മൾ കണ്ടതുപോലെ തീ കത്തിയ കരിയും, തീ കത്തിയ ചാമ്പല. പക്ഷെ ഇത് നോക്കിയപ്പോൾ തീ കത്തുകയാണ്, പക്ഷെ ഒരല്പം പോലും കരിയുന്നില്ല. അത് വെന്ത് പോകാതെ പച്ചയ്ക്ക് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് മനസ്സിലാക്കണം ഒന്നുണ്ട്. പലരും ഈ തീയെപ്പറ്റി കളിയാക്കിയെന്ന് വരാം. ദൈവമക്കൾ അതിലൊന്നും വീണ് പോകരുത്. കാരണം യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ തന്നേച്ചു പോകുന്നു പറഞ്ഞിട്ട് പോയപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യമായി ആമേൻ ഈ ഭൂമിയിൽ കടന്നു വന്നത് തീയായിട്ടാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത തീ, അതേ തീ ഇപ്പോൾ ഇന്ന് മുൾപ്പടർപ്പിലല്ല കത്തുന്നത്, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ മേലെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തീക്കൊരു പ്രത്യേകതയുണ്ട്. അത് നിന്നെ നശിപ്പിക്കുന്ന തീയല്ല, അത് നിന്നെ ഒരു ശുദ്ധിയുള്ളൊരു സ്വർണമാക്കി മാറ്റുന്ന, അവൻ ശുദ്ധിയുള്ളതാക്കി തീർക്കുന്ന, മേൽത്തരത കൂട്ടുന്ന, നിന്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുന്ന, നിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു തീ അത്ര ഈ തീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിക്കുമ്പോൾ ദൈവത്തെ ഒരു കൺസ്യൂമിങ് ഫയർ എന്നാണ് പറയുന്നത്. യാക്കോബ് ലേഖനത്തിലാന്ന് തോന്നുന്നു, ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചത്. ദൈവം ഒരു കൺസ്യൂമിങ് ഫയറാണ്, ദഹിപ്പിക്കുന്ന അഗ്നി. ഞാനിപ്പോൾ പറഞ്ഞു ദഹിപ്പിക്കത്തില്ല, നമ്മളെ ദഹിപ്പിക്കത്തില്ല. പക്ഷേ വചനം പറയുന്നത് എന്താ? ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം. പക്ഷേ ഇവിടെ ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ട്, ആരെയാണ് ദഹിപ്പിക്കുന്നത്? ഹല്ലേലൂയ. അത് വ്യക്തമായി യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ സ്നാനത്തിന് തൊട്ട് മുമ്പായി, നിങ്ങൾക്ക് ആ സംഭവം അറിയാമല്ലോ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പിക്കാൻ പോലും യോഗ്യരല്ല, അങ്ങനെ ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, പക്ഷേ നിങ്ങളെ ഇനി മുതൽ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്ന ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ സംഭവം ഓർമ്മയുണ്ടോ? അതിനകത്ത് യോഹന്നാൻ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ യോഹന്നാൻ അത് വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു: ഗോതമ്പ് പതിരിൽ നിന്ന് തിരിച്ച് ഗോതമ്പിനെ കയറ്റി വെക്കേണ്ട കളപ്പുരയിൽ കയറ്റി വെച്ചിട്ട് പതിര് കത്തിക്കുന്നത് പോലെ കത്തിക്കുന്ന ഒരു തീയാലുടെ ഒരു അഭിഷേകം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പതിരെന്താ? ഗോതമ്പ് കണ്ടിട്ടുണ്ടോ? മറ്റേ നിങ്ങൾ ഈ റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പല്ല, ഗോതമ്പ് കൊയ്തെടുത്തോണ്ട് വരുമ്പോൾ കാണുന്ന ഗോതമ്പിനെ കണ്ടിട്ടുണ്ടോ? അതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ നമ്മൾ കഴിക്കുന്ന ധാന്യം അത് ആക്ച്വലി ഒരു പൂ പോലെ നിൽക്കുന്ന ഒരു കവറിങ്ങിൻ്റെ അകത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനെയാണ്, ആ കവറിങ്ങിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പതിരെന്ന് വിളിക്കുന്നത്. പതിര് നമ്മൾ കഴിക്കത്തില്ല, അതിനകത്തിരിക്കുന്ന ഗോതമ്പ് മണിയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ഗോതമ്പ് മണി എന്നത് നമുക്ക് ആവശ്യമായ ഒന്ന്. ഗോതമ്പ് മണി എന്നത് നമുക്കത് ആരോഗ്യത്തിന് കാരണമാകുന്നു. ഗോതമ്പ് മണി എന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ഈ പതിരെന്നത് നമുക്ക് അനാവശ്യമായതൊന്നാണ്. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇവിടെ ഒരുവൻ്റെ മേൽ ഈ തീ ഇറങ്ങുമ്പോൾ, പരിശുദ്ധി ആത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒന്നുണ്ട്. ആമേൻ. ഗോതമ്പിനെ ഇരിക്കത്തില്ല അത്. പ്രൈസ് ദി ലോർഡ്. ഗോതമ്പ് അത് നല്ലതായിരിക്കും, പക്ഷേ പതിരിനെ എന്ത് ചെയ്യും? ഈ തീ അതിനെ ഡിഫറൻറ്റ് ചെയ്യും. ആമേൻ. ഈ തീ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗോതമ്പിനെ പതിരിനെ ആമേൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ പതിരിനെ ആമേൻ കത്തിച്ചു കളയും. അപ്പോഴാണ് ഈ ഗോതമ്പിന് വില വരുന്നത്. ഹല്ലേലൂയ. പതിരിരിക്കുന്ന ഗോതമ്പിന് വില കുറവാണ്. കാരണം അതിനി ഭയങ്കര പാടാണ്, അതാരും വാങ്ങത്തുമില്ല. ഹല്ലേലൂയ. വാങ്ങിയാലും ഭയങ്കര പ്രയാസം. അതുകൊണ്ട് തന്നെ ഇന്ന് ടെക്നോളജി ഉണ്ട് ഈ പതിരിനെ ഗോതമ്പി നീക്കാനായിട്ട്. അപ്പോൾ നമ്മുടെയും പലരുടെയും ജീവിതത്തിൽ ഇതാ പ്രശ്നം. അകത്തളത്തിൽ ദൈവം പലവിധമാകുന്ന ദൈവിക പ്രവൃത്തികളെ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുക, പക്ഷെ അത് പുറത്തു വരാൻ കഴിയാതെ വണ്ണം നമ്മുടെ വിലയെ, നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന അധികാരങ്ങളെ, അവകാശത്തെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ കഴിവുകളെ, ആ ഒരു ഇമേജ്, ആ ഒരു ക്വാളിറ്റിയെ ഇന്ന് കവർ ചെയ്തിരിക്കുന്ന പല പതിരുകളുണ്ട്. ചിലത് ശാപമാണ്, ചിലയിടത്തത് പാപമാണ്, ചിലയിടത്തത് പൈശാചിക ബന്ധനങ്ങളാണ്, ചിലയിടത്ത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന നെഗറ്റീവ് തോട്ട്സ്, ചിലയിടത്ത് ചില അന്ധതകൾ, അന്ധകാരങ്ങൾ, സംശയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ പല വിധത്തിലുള്ള പതിര് ഇന്ന് നമ്മളെ ഗോതമ്പിനെ, നമ്മുടെ ജീവിതത്തെ ഡീവാല്യൂ ചെയ്തുകൊണ്ട്, വാല്യൂ കുറച്ചുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. നാം വന്നിരിക്കുന്നത് പിന്നിലൊന്നുണ്ട്. അങ്ങനെ നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെതായിട്ടുള്ള പദ്ധതികളെ ഇന്ന് എന്നേക്കുമായി നാം എരിച്ചു കളയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കാരണം നമ്മൾ പലതവണ പ്രാർത്ഥിച്ചു കാണാം, പലതവണ വചനം കേട്ട് കാണാം. ഇവിടെ ശിഷ്യന്മാരും അതല്ലേ, അവർ പ്രാർത്ഥിക്കാൻ അറിയാന്നുള്ളവരാ, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരിരുന്നതും. പ്രൈസ് ദി ലോർഡ്. അവർ കേൾക്കാത്ത വചനോ നമ്മളെന്ന് തേർഡ് പാർട്ടി വഴി, അതായത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ആൾക്കാർ മുഖാന്തരമാണ് നിങ്ങളൊക്കെ കേൾക്കുന്നല്ലേ, ഞാനും കേട്ടത് അങ്ങനെയല്ലേ, വേറൊരു വ്യക്തി വഴി, അല്ലെങ്കിൽ ബൈബിള് വായിച്ചപ്പോൾ. പക്ഷേ ഈ ശിഷ്യന്മാർക്ക് കിട്ടിയതായിട്ടുള്ള ഒരു ഒരു അവസരം, അതൊരു വേറെ ലെവലല്ലേ. വചനമാകുന്ന ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവരവർ. ഹല്ലേലൂയ. എങ്കിലും അവർ ഭയന്നൊളിച്ചിരുന്നു, അവരെ പതിര് മൂടി. ഹല്ലേലൂയ. അവരെ അന്ധകാരം മൂടി വച്ചിരിക്കുകയായിരുന്നു.
അവരിലുള്ള പ്രകാശത്തെ പുറത്തു വരുവാനേ കഴിയാതെ വേണം അവരുടെ ജീവിതത്തെ അന്ധതയ്ക്കകത്ത് പിശാച് തള്ളിയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെ അന്ധതയ്ക്ക് പ്രാർത്ഥനയിൽ മാറിയില്ല. ഞാൻ പറയുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തി ഇല്ല എന്നല്ല, പ്രാർത്ഥനയിൽ മാറും. പക്ഷെ ചിലയിടത്ത് ചില വ്യക്തി ജീവിതങ്ങൾക്ക് അല്ലെങ്കിൽ ചില പ്രോബ്ലംസ്, ചില വിഷയങ്ങൾ പ്രാർത്ഥനയിൽ മാറത്തില്ല. ചില പ്രോബ്ലംസ് വചനം കേട്ടത് കൊണ്ട് മാറുന്നില്ല. പലരും പ്രയർ ടവറിലും വന്ന് പറഞ്ഞതാ, ഞങ്ങൾ ഉപവാസത്തിനിരിക്കാൻ ആഗ്രഹിക്കുക, ഇന്ന വിഷയങ്ങളുണ്ട്, അതിനുവേണ്ടി എനിക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കണം അല്ലേ. ചിലത് ഉപവസിച്ചാലേ മാറത്തില്ല. പക്ഷെ ഞാനെന്ന് പറഞ്ഞിട്ട് ചിലത് ഉപവസിച്ചാലേ മാറത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനത്തിലും മാറാത്തത് പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ മാറും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, ഉപവസിക്കുന്നത് എന്തിനാണ്, അതുകൂടെ നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് അതിൻ്റെതായിട്ടുള്ള അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തത ഇരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു ചിലത് പ്രാർത്ഥിച്ചതുകൊണ്ട് മാറത്തില്ല, ഉപവസിച്ചുകൊണ്ട് മാറത്തില്ല. പക്ഷെ വചനം പറയുന്നു ഈ ജാതി പ്രാർത്ഥനയല്ലാതെ ഉപവാസത്തിലല്ല നീങ്ങി പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൺഫ്യൂസ്ഡ് ആകരുത്. അവിടെയാണ് നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാം എന്തിനു വേണ്ടി ഉപവസിക്കുന്നു, ആ ഒരു വിഷയം ഫ്രണ്ടിൽ വരുന്നത്. ഹല്ലേലൂയ. ചുമ്മാ പ്രാർത്ഥിച്ച് നിലവിളിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാം മാറത്തില്ല. ഹല്ലേലൂയ. ചിലത് ശക്തിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ. ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക, അതല്ല. ഇവിടെ എന്താ ശക്തി എന്ന് എഴുതിയിരിക്കുന്നത്? ഒരു അഗ്നിശക്തി, ഒരു തീയാകുന്ന ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് വെറുതെ ഇങ്ങനെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ വായിച്ചു പട്ടിണി കിടക്കുന്ന ആൾക്കാരെ കാണിക്കുന്ന ഉപവാസം. അതാ ഞാൻ പറഞ്ഞത്, ചിലത് ഉപവാസത്തിൽ മാറത്തില്ല. യഥാർത്ഥമായി ഉപവസിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ മേൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ മേൽ ഇറങ്ങി വന്ന തീ ഇറങ്ങും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇന്ന് നിങ്ങളിവിടെ വചനം പറയുന്ന അളവിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് നീ ഉപവാസത്തോടു കൂടെ ആയിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, ഒന്നാമത്തെ അധ്യായത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതേയുള്ളൂ. പക്ഷെ 2-ാം അധ്യായമായപ്പോൾ അവരുടെ വിഷയങ്ങൾക്കുള്ള പരിഹാരമാകുന്ന ദൈവത്തിൻ്റെ തീ ഇറങ്ങി. അവിടെ അന്ധതകൾ മാറി, അവരുടെ ബലഹീനതകൾ മാറി, അവരുടെ സംശയങ്ങൾ മാറി. അതുവരെയും ചെയ്യാത്തതായിട്ടുള്ള ദൈവിക പ്രവർത്തനങ്ങൾക്ക് അവർ ചുക്കാൻ പിടിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരെ ഇനേബിൾ ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെയും ചിലരുടെയൊക്കെ ജീവിതത്തിൽ ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്നവർ, അതായത് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എല്ലാവരും ശുശ്രൂഷകരാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ശുശ്രൂഷകരാണ്. ഒരു വ്യക്തിയോട് യേശു എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ശുശ്രൂഷ തന്നെയാണ്. കാരണം ഈ ലോകത്തിലെ എല്ലായിടത്തും പോയിട്ട് എല്ലാവരെയും സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞത് പ്രത്യേക ആൾക്കാരോടല്ല. ഷാജി ബ്രദറിനോടോ എബി ഷാലമിനോടോ അല്ലെങ്കിൽ പ്രത്യേക രാജീവ് ബ്രദറിനോടോ ജിത്ത് ബ്രദറിനോടോ അങ്ങനെ കുറച്ച് ദൈവദാസന്മാരെ അല്ലെങ്കിൽ ഏതെങ്കിലും പദവിയുള്ളവരോടല്ല കർത്താവ് ഇത് പറയുന്നത്. ഇത് സകല മനുഷ്യരോടുമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന സകല പേരോടും ഇത് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു കമ്മീഷൻ, ഈ ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മഹാദൗത്യം നൽകിയത് അപ്പോസ്തലന്മാർക്കും ദൈവദാസന്മാർക്കും പ്രവാചകന്മാർക്കും മാത്രമല്ല. ഈ മഹാദൗത്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നല്ല ഇതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെല്ലാവരും ആക്ച്വലി ഈ ദൗത്യം ചെയ്യുന്നവർ, ശുശ്രൂഷയില്ല. ഹല്ലേലൂയ, ആമേൻ. കൂടെ വരുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ബയോ അല്ലെങ്കിൽ ജീസസ് സേവ്സ് എന്നോ അല്ലെങ്കിൽ ഒരു ബൈബിൾ വേഴ്സ് ഇട്ടാൽ അതൊരു ശുശ്രൂഷ തന്നെയാണ്. ഹല്ലേലൂയ, ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗോഡ് ബ്ലെസ് യു എന്നൊരാൾക്ക് അയച്ചാൽ അതൊരു ശുശ്രൂഷ തന്നെയാണ്. പക്ഷേ നമുക്കൊക്കെ പലയിടത്തും ഈ ശുശ്രൂഷയിൽ നമ്മൾ തളർന്നു പോകാറുണ്ട്. ശാരീരികമായി തളരുന്നതുണ്ട്, അതുപോലെ തന്നെ ആത്മീകമായി ആത്മാവിൽ തളരുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് അല്ലേ. ഇവിടെ ഒരു മനുഷ്യനെ ദൈവികമായ ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാനായിട്ടുള്ള യഥാർത്ഥ ഇത് കിട്ടണമെങ്കിൽ അത് ബൈബിള് നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ കുറേ നമ്മൾ പള്ളിയിൽ പോയി കുറേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇത് നിൽക്കൂല, യഥാർത്ഥ ഇത് കിട്ടൂല. ഡ്യൂപ്ലിക്കേറ്റ് ഇതാണ്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതേ ഉള്ളൂ. യഥാർത്ഥ ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? കൂടെ വരുന്നുണ്ടോ? അതായത് പലരും ക്ഷീണിച്ചു പോകുന്നു.
അത് എപ്പോഴെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ഫ്രീസറിനകത്ത് ഇരിക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ. അതായത് വചനമൊക്കെ കേട്ടിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ പോകാത്തത്, അതായത് നമ്മളെപ്പോലെ സൺഡേ സ്കൂളിൽ പോകാത്ത പോയ വേറെ ആരും ഇല്ല. എൻ്റെ അടുത്ത് ഏത് ക്വസ്റ്റ്യൻ വേണം ചോദിച്ചു, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം എന്ന ടൈപ്പിലുള്ള പാർട്ടികളാണ് കേട്ടോ. അതായത് ബൈബിൾ എല്ലാം അറിയാം, പ്രാർത്ഥിക്കാനും അറിയാം, എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ വായി വരാത്ത തരത്തിലുള്ള മലയാളം വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഈ ഭൂപ്രപഞ്ചത്തെ സകലതും ഒറ്റ വാക്കിൽ എന്നൊക്കെ എനിക്ക് പറയും. ഇതിനേക്കാളും ഭയങ്കരമായ സംസ്കൃതം പോലത്തെ മലയാളത്തിലൊക്കെ ടൊട്ടോ എന്ന് പ്രാർത്ഥിക്കാനും അറിയായിരിക്കും ചിലപ്പോൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവർ പലരും ഫ്രീസറിനകത്ത് ഇരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ആ ഫ്രീസറിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് അവർ തളർന്നു പോകുന്നത്. കുറേ നാൾ ഓടി നടന്ന് ചെയ്യും, കുറച്ച് കാലം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് അതുവഴി ഇതുവഴി പോകും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങളെ തന്നെ, മറ്റുള്ളവരെ ഒന്ന് നോക്കണം, നിങ്ങളെ തന്നെ നോക്കുക. നിങ്ങൾ ആദ്യമായി യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരു ഇതില്ലായിരുന്നു, അത്രയ്ക്ക് ഇതായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോയി പറയും, ഇങ്ങോട്ട് പോകുന്നു, ഓ മാമി നിങ്ങൾ വരി എൻ്റെ കൂടെ, അക്ക നിങ്ങൾ വരി, ഞാൻ ശരിയാക്കി തരാം, ബാ ഒരു യേശുവേന്നൊന്ന് വിളിച്ചാൽ മതി എല്ലാം ശരിയാവെന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോൾ മാമി തന്നെ ശരി, ഓ ഇത് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഭവനങ്ങൾക്കകത്തിരിക്കുന്ന കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞോട്ടെ, ഇന്ന് ദൈവം നമ്മളെ പലതിനും വിളിച്ചു വേർതിരിച്ചു. പല ആഗ്രഹങ്ങൾ നമുക്കുള്ളിലുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാതെ തടസ്സപ്പെടുന്നതിൻ്റെ പിന്നിലൊന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മൾ വന്നിട്ടില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ തീ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ തോന്നൂല. യാക്കോബ് 1:17 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എവറി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവറി പെർഫെക്റ്റ് ഗിഫ്റ്റ് ഇസ് ഫ്രം അബവ് ആൻഡ് കം ഡൗൺ ഫ്രം ദ ഫാദർ ഓഫ് ലൈറ്റ്സ് വിത്ത് ഹൂം ഇസ് നോ വേരിയബിൾനെസ് നെയ്തർ ഷാഡോ ഓഫ് ടേണിംഗ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാ നല്ല കാര്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യം നടക്കുന്നെങ്കിൽ ഇന്ന് ദൈവമക്കളാക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നുണ്ട്, ക്രെഡിറ്റ് നിങ്ങൾ എടുക്കരുത്. അത് നമ്മുടെ വർധനവിന് ഒരു ഭയങ്കര വലിയൊരു ബ്ലോക്കാണ്. ആമേൻ. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു വേറെ ബ്ലോക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. പിശാച് ബ്ലോക്ക് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ ഇരുമ്പ് വാതിൽ കൊണ്ടുള്ള ബ്ലോക്ക് പോലെയാണ് നമ്മൾ ക്രെഡിറ്റ് എടുത്താൽ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അതിനെ ബൈബിൾ വിളിക്കുന്ന പേര് നിഗളനം എന്നാണ്. എന്താണ് നിഗളനം? അപ്പോൾ വളരാൻ താല്പര്യമുള്ളവർ ആദ്യം പഠിക്കേണ്ട ഒന്നുണ്ട്, താഴ്മയും സമർപ്പണവും വിനയവും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? എന്താ പഠിക്കേണ്ടത്? താഴ്മ, വിനയം, സമർപ്പണം, സറണ്ടറിങ്. സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ചെയ്തു, എന്താണ് അർത്ഥം? കീഴടങ്ങുക. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടിരിക്കുവാനേ കഴിയണം, കീഴടങ്ങുവാനേ കഴിയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? ക്രെഡിറ്റ് നമ്മൾ എടുക്കരുത്. ക്രെഡിറ്റ് അല്ല ആർക്കാ? യേശുവിനാ. ഹല്ലേലൂയ. ദൈവത്തിനാണ് ക്രെഡിറ്റ്. അപ്പോൾ അടുത്ത് വീണ്ടും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കർത്താവിന് എന്താ സെപ്പറേഷനൊന്നുമില്ല. ആ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ മാത്രമേ തൊടത്തുള്ളൂ, ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ മാത്രമേ നിറയ്ക്കുള്ളൂ, അങ്ങനെയില്ല. ബാക്കി ഇരിക്കുന്നവരെ മാത്രമേ ചെയ്യുള്ളൂ. വെള്ള കളർ സ്കാർഫ് ഇട്ടിരിക്കുന്നവരെ തൊടത്തുള്ളൂ, തലയിൽ തുണി ഇട്ടിട്ടുള്ളവരെ ഇടത്തുള്ളൂ, തലയിൽ തുണി ഇടാത്തവരെ ഇടത്തില്ല. അങ്ങനെയൊന്നുമില്ല. അവിടെ ഗതിഭേദമൊന്നുമില്ല. പരിശുദ്ധ ദൈവം സകല പേരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അപ്പോൾ ഇവിടെ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. വെളിച്ചങ്ങളുടെ പിതാവ്, അതാണ് ഇന്ന് അവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം. ബാക്കിയൊക്കെ ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ. വെളിച്ചങ്ങളുടെ പിതാവ്, വെളിച്ചങ്ങളുടെ പിതാവ്. ആരാണ് വെളിച്ചങ്ങളുടെ പിതാവ്? നമ്മുടെ കർത്താവ് യേശു അല്ലേ, ദൈവം. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ഭൂമിയിൽ വെളിച്ചം നൽകുന്നത് ആരാണ്? സൂര്യൻ. രാത്രി വെളിച്ചം നൽകുന്നത് ആരാണ്? പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യനാണ്. പ്രൈസ് ദി ലോർഡ്. സൂര്യനും നക്ഷത്രങ്ങളാണ്. അറിഞ്ഞുകൂടായിരുന്നല്ലേ? ചന്ദ്രന് വെളിച്ചമൊന്നുമില്ല. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ
നിങ്ങളിവിടെ വെള്ളയൊക്കെ ഇട്ട് വന്നിട്ട് ആ സ്റ്റേജിൽ ഒരു ഞായറാഴ്ച നമ്മളെല്ലാം കറുപ്പിടാം. എന്നിട്ട് നിങ്ങളൊരാൾ വെള്ള ധരിച്ചിട്ട് ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിൽക്കണം. എന്നിട്ട് ഫോണിൽ അല്ലെങ്കിൽ ടി വിയിൽ ലൈവ് കണ്ടുനോക്കണം. നിങ്ങളെ കണ്ട ദൂതൻ ഇറങ്ങി വന്ന് നിൽക്കുന്നതുപോലെയൊക്കെ. പ്രൈസിലാണ്. എന്തെന്നറിയാമോ? നിങ്ങളെ ശരീരത്തിന് പ്രകാശം എന്ത് ചെയ്യും? ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസിലാണ്. അതാണ് ഇവിടെ ചന്ദ്രന് വെളിച്ചമില്ല. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സംഭവം. അതിൽ ഈ സൂര്യൻ്റെ പ്രകാശം വന്ന് അടിക്കുമ്പോൾ അതിൽ നിന്ന് വെളിച്ചം വരും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഭൂമിയിൽ വെളിച്ചം നൽകുന്നത് സൂര്യനാണ്. സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? രമണി ചേച്ചിയുടെ വീടിൻ്റെ മുകളിലല്ലേ? കിഴക്ക് അല്ലേ? കിഴക്ക്. ഇതാണ് കിഴക്കെന്ന് ചിന്തിക്കുക. അത് സൂര്യനാണ് കേട്ടോ. 3 സൂര്യന്മാർ നിൽക്കുകയാണ്. ആണല്ലേ? 3 സൂര്യൻ പ്രകാശമടിക്കുമ്പോൾ ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന് പ്രകാശം വന്നു, വേറെ ഒന്നും കൂടെ സംഭവിച്ചു. നിഴല്. അവിടെ 3 നിഴലുണ്ട്. 1 2 കണ്ടോ? നിഴല് കണ്ടോ? ഇതാണ് സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെയൊക്കെ നടക്കാൻ വല്ലപ്പോഴൊക്കെ പോകണം. അതല്ല 12 മണി വരെ കിടന്ന് ഉറങ്ങരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിഴല് വരും. അടുത്ത് ഇനി അസ്തമിക്കുമ്പോൾ എവിടെയാണ് സൂര്യൻ നിൽക്കുന്നത്? പടിഞ്ഞാറും പോകുമ്പോൾ പ്രകാശം അടിക്കും, എനിക്കറിയാം. പിന്നെ ചുവന്ന പ്രകാശമാണ്. കുറച്ച് കഴിയുമ്പോൾ പിങ്ക് ആവും. ബാംഗ്ലൂരിലൊക്കെ പോയാൽ ആകാശം മൊത്തം നല്ല അടിപൊളി പിങ്ക് കളറാണ്. സത്യമായിട്ടും നമ്മളെ കേരളത്തിൽ അതില്ലാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ്. പ്രൈസിലാണ്. നല്ല കാലാവസ്ഥ എന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയാം. എനിക്ക് ബാംഗ്ലൂരിലെ കാലാവസ്ഥ ഇഷ്ടപ്പെട്ടു. പ്രൈസിലാണ്. ആരും വിഷമിക്കണ്ട. അപ്പോൾ പ്രകാശം വരും. പ്രകാശം വന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? അവിടെയും നിഴൽ വരും. പക്ഷേ ഉച്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഉച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോഴെവിടെയാണ് നിൽക്കുന്നത്? തലയുടെ മുകളിലാണ്. തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉച്ചയ്ക്കൊക്കെ വെയിലത്ത് ഇറങ്ങിയിട്ടുള്ളവരെ പ്രതികരിക്കാവൂ, അല്ലാതെ ഒന്നും പ്രതികരിക്കരുത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നിഴലിൻ്റെ കാര്യം? ചിലയിടത്തൊന്നും സത്യം പറഞ്ഞാൽ നിഴൽ വരില്ല. അത് നിങ്ങൾ അത്രയ്ക്ക് വെളിച്ചമില്ലാത്ത എവിടെ കൂടെയെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സന്ദർഭത്തിലൂടെ പോകുമ്പോൾ നിഴലില്ല. സത്യം പറഞ്ഞാൽ നിഴൽ വരില്ല. നിഴലില്ല. എൻ്റെ അറിവിൽ നിഴലില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം അത്രയ്ക്കും ഭയങ്കര ശക്തമായ വെളിച്ചമാണ് എന്ത് ചെയ്യുന്നത്? വന്നടിക്കുന്നത്. കാരണം ഉച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രാവിലെയും വൈകിട്ടും സൂര്യൻ ഭൂമിയിൽ നിന്ന് അകലുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ഇന്ത്യ ഭൂമിയിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ സൈഡാവും. അതാണ്. അപ്പോൾ അകലം കൂടുന്നു. നടുക്കോട്ട് വരുമ്പോൾ സൂര്യനും നമ്മളെ ഇന്ത്യയും തമ്മിലുള്ള അകലം കുറയുന്നു. അപ്പോൾ അത്രയും ഭയങ്കര ശക്തമായ വെളിച്ചം. അപ്പോൾ എന്ത് ചെയ്യും? നിഴലൊന്നും വരത്തില്ല. ഇതുപോലെയാണ് ഈ ഭൂമിയിലെ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുമ്പോൾ അവിടെ പിന്നെ നിഴലിനൊന്നും സ്ഥാനമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ഈ പഠിക്കുന്ന ആ അഗ്നീയനാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പതിയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകതയുണ്ട്. പിന്നെ അവിടെ നിഴലിന് സ്ഥാനമില്ല, അവിടെ അന്ധകാരത്തിന് സ്ഥാനമില്ല, അവിടെ പൈശാചിക പോരാട്ടങ്ങൾക്ക് സ്ഥാനമില്ല, അവിടെ ശാപങ്ങൾക്ക് സ്ഥാനമില്ല, അവിടെ തകർച്ചകൾക്ക് സ്ഥാനമില്ല, അവിടെ വെല്ലുവിളികൾക്ക് സ്ഥാനമില്ല, അവിടെ ആമേൻ പ്രതികൂലങ്ങൾക്ക് സ്ഥാനമില്ല. ഏത് പ്രതികൂലത്തെയും ഏത് ശാപത്തെയും ഏത് മന്ത്രത്തെയും ഏത് പൈശാചികനതായിട്ടുള്ള അന്ധകാര ശക്തികളെയും ആമേൻ നിർമൂലമാക്കുവാൻ കഴിവുള്ള പ്രകാശം അത്ര നിന്റെ മേൽ വരുന്നത്. ഹല്ലേലൂയ. വചനത്തിലും ഞാൻ ഈ ഇടയ്ക്ക് എപ്പോഴോ പ്രസംഗിച്ചപ്പോൾ ഒരു വാക്യം പറഞ്ഞു. അതിനകത്ത് എന്താ? ഇരുളായിരുന്നു. ഇരുളിൻ്റെ പേർത്ത് കർത്താവ് പ്രകാശത്തെ സൃഷ്ടിച്ചപ്പോൾ ഇരുള് എന്താ ഇതില്ല, പ്രകാശത്തെ കീഴ്പ്പെടുത്തിയില്ല. അതിന് പകരം എന്ത് ചെയ്തു? പ്രകാശം ഇരുളിനെ മാറ്റി. രാത്രി എങ്ങനെയാണ് വരുന്നത്? സൂര്യനെ പോ 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 എന്ന് പറഞ്ഞിങ്ങനെ രാത്രി വന്ന് തള്ളി മാറ്റുന്നതാണോ? അല്ല. പ്രകാശം മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇരുട്ട് വരുന്നത്. വീണ്ടും പ്രകാശമാകുന്ന സൂര്യൻ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇരുള് നിന്നെ വിടൂലടാ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമോ? ഇല്ല. പ്രകാശം മാറിപ്പോകുക അത്ര ചെയ്യുന്നത്. ഇന്ന് മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ പ്രകാശത്തെ പറ്റി വചനം പറയുന്നത് 1000 നീതി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാലും തുല്യം ചൊല്ലുവാനേ കഴിയാത്തവണ്ണമുള്ള ആ പ്രകാശത്തിൻ്റെ പിതാവ്. അങ്ങനെയാണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്നുള്ള ആ നല്ല പ്രവൃത്തികളെ കൊണ്ടുവരുന്ന, ദാനമായി കൊണ്ടുവരുന്ന ആമേൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അന്ധകാരത്തിന് സ്ഥാനമില്ല. ആമേൻ. പ്രൈസ് ലോർഡ്. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായെന്ന് വിശ്വസിക്കുന്നു. വ്യക്തിപരമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദേവദാസൻ ബ്രദർ എബി ഷാലോമിനെ കണ്ട് പ്രാർത്ഥിക്കുവാനും പറയുവാനും ആഗ്രഹിക്കുന്നവർ ഷാലോം പ്രയർ ടവർ തിരുമല ചൊവ്വാഴ്ച ദിവസത്തിൽ വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയും
ശലോം പ്രയർ ടവർ ഇലയ്ക്കോടിൽ വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ദേവദാസൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ശലോം മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.